السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. കുന്നോളം വലുപ്പമുള്ള ഒരു പാറക്കല്ല് നെഞ്ചിൽ നിന്ന് എടുത്തു മാറ്റിയതുപോലെ സത്യം പറഞ്ഞാൽ ഇന്നാണ് എനിക്ക് പുതുവർഷ പുലരി. 1.5 വർഷമായി ഞാൻ പുഞ്ചിരിക്കുക പോലും ചെയ്തിട്ടില്ല. ഇന്ന് ഞാനൊന്ന് പുഞ്ചിരിക്കുകയാണ്, ശ്വാസം വിടുകയാണ്. 2002 മാർച്ച് 3 ഗുജറാത്തിലെ അതിക്രൂരമായ കലാപങ്ങളിൽ അതിക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട ഇന്ത്യൻ സ്ത്രീ ശക്തിയുടെ പ്രതീകമായി ഇന്ന് മാറിയ ബിൽക്കിസ് ബാനു എന്ന യുവതിയുടെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണമാണിത്. ജനുവരി 8 തീയതി അല്ലെങ്കിൽ 8 തീയതി സുപ്രീം കോടതിയുടെ വിധി നാമൊക്കെ വായിക്കുകയുണ്ടായി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പലവരുടെയും മുഖം വികൃതമായൊരു ദിവസമാണത്. നമ്മുടെ രാജ്യത്തുടനീളം നാരീശക്തിയും സ്ത്രീശക്തിയും പറഞ്ഞ് ബാക്ക്ഗ്രൗണ്ടും ശക്തിയും തെളിയിക്കാൻ ശ്രമിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട പല ആളുകളുടെയും മുഖം വികൃതമായൊരു ദിവസമാണ് ഈ കഴിഞ്ഞ ദിവസം. 2002 ഗുജറാത്ത് കലാപം ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ അല്ലെങ്കിൽ ജനാധിപത്യ വിശ്വാസികൾ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത, വിസ്മരിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഓർക്കാൻ താല്പര്യമില്ലാത്ത ഒരു സംഭവമാണ്. സബർമതി എക്സ്പ്രസിന് തീവെക്കുകയും അതിൻ്റെ ചുവട് പിടിച്ച് ഭരിക്കുന്ന ഭരണാധികാരികൾ സ്പോൺസർ ചെയ്ത കലാപമെന്ന് ലോകവും രാജ്യവും അടയാളപ്പെടുത്തിയ ആ കലാപത്തിൽ ഇന്ന് ഈ രാജ്യത്തെ മുഴുവൻ സ്ത്രീകൾക്കും അഭിമാനമായി, അല്ലെങ്കിൽ അനീതിയുടെ പേരിൽ പ്രയാസം അനുഭവിക്കുന്ന മുഴുവൻ മനുഷ്യർക്കും വലിയ സമാധാനം നൽകുന്ന പ്രതീകമായി മാറിയിരിക്കുകയാണ് ബിൽക്കിസ് ബാനു കേസിന്റെ വിധി എന്നാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. തൻ്റെ നെഞ്ചിൽ നിന്ന് കുന്നോളം വലുപ്പമുള്ളൊരു പാറക്കല്ല് എടുത്തു വെച്ചതിന് സമാനമാണെന്ന് ബിൽക്കിസ് ബാനു പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരി, നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ നെഞ്ചിൽ നിന്ന് മാത്രമല്ല കുന്നോളം വലുപ്പമുള്ള ഒരു പാറക്കല്ല് എടുത്തു വെക്കപ്പെട്ടത്. ഇന്ത്യ രാജ്യത്ത് വർഷങ്ങളായി അനീതിയുടെ പേരിൽ ശ്വാസം മുട്ടുന്ന ജനകോടികളുടെ നെഞ്ചിൽ നിന്നാണ് പാറക്കല്ലെടുത്ത് മാറ്റപ്പെട്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് അനീതി അനുഭവിക്കുന്ന ലക്ഷക്കണക്കിന് പാവപ്പെട്ട മനുഷ്യർക്കാണ് ഇന്നൊരു പുതുവത്സര പുലരി ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾ അതിന് കാരണക്കാരിയാണ്. ഈ രാജ്യത്ത് പലപ്പോഴും പുഞ്ചിരിക്കാൻ അവസരമില്ലാതെ പ്രയാസപ്പെടുന്ന അനീതിയുടെ കരാളഹസ്തങ്ങൾ ജീവിതത്തെ ദുസ്സഹമാക്കിയ മനുഷ്യർക്കുള്ള ഒരു പുഞ്ചിരിക്കാനുള്ള അവസരമാണിത്. 2002 24 22 വർഷം പൂർത്തിയാകുകയാണ്. 2002 അതിരൂക്ഷമായ ആയിരക്കണക്കിന് മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ട, അനേകം സഹോദരിമാരുടെ മാനം കവർന്നെടുക്കപ്പെട്ട, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഗർഭസ്ഥ ശിശുക്കളെ പോലും വർഗീയതയുടെ ആയുധത്തിന്റെ മുനയിൽ കുത്തി പ്രദർശിപ്പിക്കപ്പെട്ട അതിക്രൂരമായ സംഭവത്തിന്റെ പ്രതീകമായി ബാക്കി നിൽക്കുന്ന ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന പെൺകുട്ടി, യുവതി, കലാപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഉമ്മയോടൊപ്പം, തൻ്റെ പൊന്നുമോകൾ 3 വയസ്സുള്ള മകളോടൊപ്പം, തൻ്റെ ഗർഭസ്ഥ ശിശുവായ 5 മാസം പ്രായമുള്ള കുഞ്ഞിനോടൊപ്പം ആ യുവതി തൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം പലായനം ചെയ്യുകയാണ്. രക്ഷപ്പെട്ടുമല്ല മുന്നോട്ട് പോകുന്നതിനിടയിലാണ് വർഗീയവാദികളും അക്രമകാരികളുമായ ആളുകൾ അവരെ പിന്തുടർന്ന് അവരാക്രമിക്കുന്നു. തൻ്റെ കൺമുന്നിൽ വെച്ച് തൻ്റെ 3 വയസ്സുള്ള കുഞ്ഞിനെ അതിക്രൂരമായി പാറയിൽ തലയിൽ അടിച്ചു കൊല്ലുന്നത് കാണാൻ ഭാഗ്യം ലഭിച്ച, അല്ലെങ്കിൽ അവസരം ലഭിച്ച
ഓർക്കാൻ കഴിയാത്ത സംഭവത്തിന് സാക്ഷിയായ ഒരു ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന ഇന്ത്യക്കാരിയായ ആ സഹോദരി. പ്രിയപ്പെട്ട സഹോദരന്മാരെ, 19കാരിയായ 5 മാസം ഗർഭിണിയായ ആ പെണ്ണ് കേണ് പറഞ്ഞു ഞാനൊരു ഗർഭിണിയാണെന്ന്. പക്ഷേ അതിനൊന്നും ചെവി കൊടുക്കാൻ ഈ ധിക്കാരികൾക്കും പരിഷ്കൃത സമൂഹമല്ല, ശിലാഹൃദയരായ ശിലായുഗത്തിലെ മനുഷ്യർ പോലും ധൈര്യം കാട്ടാത്ത, ആഗ്രഹിക്കാത്ത, അല്ലെങ്കിൽ ഒരിക്കലും ചെയ്യാത്ത ഒരു കാര്യത്തിന് മുതിർന്ന കശ്മലന്മാർ അതൊന്നും വകവെച്ചില്ല. ആ പെണ്ണിനെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ബോധരഹിതയായി. ബോധം തെളിഞ്ഞു നോക്കിയപ്പോ തന്റെ പ്രിയപ്പെട്ട മാതാവ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. തന്റെ കുടുംബാംഗങ്ങളായ 17 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 14 ആളുകൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിൽ 7 സഹോദരിമാർ ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട്. നാം മനസ്സിലാക്കൂ സഹോദര, അറപ്പുളവാക്കുന്ന ഒരു സമൂഹത്തിന് മുന്നിൽ പറയാൻ പറ്റാത്ത, എത്ര വർഷങ്ങൾ കഴിഞ്ഞാലും കേട്ടുപോയാൽ മനസ്സ് മരവിച്ചു പോകുന്ന ഈ ക്രൂരതയ്ക്ക് നേതൃത്വം നൽകിയവർ ആരാണെന്ന് കൂടെ മനസ്സിലാക്കണം. ബിൽക്കിസ് ബാനു എന്ന് പറയുന്ന പെൺകുട്ടി ചെറിയ കുട്ടിയാകുമ്പോൾ തന്റെ കയ്യിൽ വളയിട്ട് കൊടുത്ത അയൽവാസികളാണ്. തന്റെ വീട്ടിൽ നിന്ന് പാല് വാങ്ങി കൊണ്ടുപോകുന്ന ആളുകൾ ഈ പ്രതികളിലുണ്ട്. തന്റെ ഉപ്പായെ ചികിത്സിക്കാൻ വന്ന ഡോക്ടറുടെ മകനുണ്ട് ഇതിൽ. അവിടെയാണ് നാം ചിന്തിക്കേണ്ടത്. വർഗീയത അതൊരു കോമരമായി മനുഷ്യന്റെ മനസ്സിൽ പ്രേതമായി വരുമ്പോ മനുഷ്യർ എന്തൊക്കെയായി തീരുമെന്നതിന്റെ ജീവിക്കുന്ന ഒരു ഉദാഹരണമാണ് ഈ ഒരു സംഭവമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിറ്റേ ദിവസം തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വന്ന് തന്നെ വിചാരണ നടത്തിയിട്ട് FIR റെഡിയാക്കുന്നു. പക്ഷേ തന്റെ പീഡനം FIR-ൽ ഇല്ല. തന്നെ പീഡിപ്പിച്ച ആളുകളുടെ പേര് FIR-ൽ ഇല്ല. കോടതി അത് തള്ളിക്കളയുന്നു. കാരണം ഇതിന് തെളിവില്ല എന്ന് പറഞ്ഞിട്ട്. പല കോടതികളിലും പല സ്റ്റേഷനുകളിലും പരിഹാരം ലഭിക്കാതെ പോയപ്പോഴാണ് ആ യുവതി, ധീരയായ യുവതി, നോക്കണം നിങ്ങൾ, ബോധം ലഭിച്ച് മെല്ലെ എണീറ്റ് അവിടുത്തെ മലഞ്ചെരിവിലെ ഒരു പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കുമ്പോഴാണ് ഒരു ആദിവാസി പെണ്ണ് വന്നിട്ട് ഉടുക്കാനൊരു വസ്ത്രം കൊടുത്തത്. ആ പെണ്ണ് അതുകൊണ്ട് തളർന്നില്ല. രാജ്യത്തിന്റെ നീതിബോധവും രാജ്യത്തിന്റെ പരമോന്നത നീതി ശ്രീകോവിലുകളായ, നീതിയുടെ കോവിലുകളായ സുപ്രീം കോടതി വരെ തന്റെ കേസുമായി മുന്നോട്ടു പോകാൻ ഈ രാജ്യത്തെ ചില പ്രധാനപ്പെട്ട പലവരും പിന്തുണച്ചതിന്റെ ഫലമായി ധൈര്യമായി മുന്നോട്ടു പോവുകയാണ്. അങ്ങനെ സുപ്രീം കോടതിയിൽ കേസെത്തുന്നു. CBI അന്വേഷണം ഏറ്റെടുക്കുന്നു. 2008 അല്ലെങ്കിൽ 2004 ആ CBI അന്വേഷണം ഏറ്റെടുത്തുകൊണ്ട് ആ കുഴിമാടം തോണ്ടി നോക്കിയപ്പോ 7 ആളുകൾക്കും തലയില്ലായിരുന്നു ആ മൃതദേഹങ്ങളിൽ, മയ്യത്തുകളിൽ. എന്തിനു വേണ്ടി? തല മാറ്റിയാൽ തീർച്ചയാണ് തെളിവ് നശിക്കാൻ പറ്റും. ആരാണ് കൊല്ലപ്പെട്ടതെന്നറിയില്ല. ആ കടമ്പകളൊക്കെ കഴിഞ്ഞ് കുറ്റവാളികളെ പിടികൂടി 2008 ആ 11 പ്രതികളും കുറ്റവാളികളാണെന്ന് പ്രഖ്യാപിച്ച് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചുകൊണ്ട് അവര് ഗുജറാത്തിലെ ജയിലിലേക്ക് എത്തുകയാണ്. മഹാരാഷ്ട്രയിലാണ് വിധി പ്രഖ്യാപിക്കുന്നതെങ്കിലും അവസാനം ഗുജറാത്തിലെ ജയിലിലേക്ക് എത്തുന്നു. ശിക്ഷ അനുഭവിക്കുന്നതിനിടയിൽ ഈ 2022 അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്. എന്നാണ് ലോകം മറക്കാത്ത, എത്ര ശിക്ഷ ലഭിച്ചാലും പരിഹരിക്കാനാവാത്ത അതിക്രൂരമായ കുറ്റകൃത്യം ചെയ്ത ഈ കുറ്റവാളികൾ എന്നാണ് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി പോകുന്നത് എന്നും കൂടെ മനസ്സിലാക്കണം. 2022 ആഗസ്റ്റ് 15 ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയിട്ട് പ്രസംഗിക്കുകയുണ്ടായി. എന്താണ് പ്രസംഗം? ഇന്ന് നമ്മളൊരു പ്രതിജ്ഞ ചെയ്യണം. എന്താണ് പ്രതിജ്ഞ? ഇന്ത്യ രാജ്യത്തെ സ്ത്രീകളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന ഒന്നും സംഭവിക്കരുത് എന്നതാവട്ടെ ഇന്നത്തെ സ്വാതന്ത്ര്യദിന പുലരിയുടെ നമ്മുടെ പ്രതിജ്ഞ എന്ന് പറഞ്ഞ് ചെങ്കോട്ടയിൽ പതാക ഉയർത്തിയിട്ട് പ്രതിജ്ഞയെടുക്കാൻ ഈ രാജ്യത്തോട് അഭിസംബോധന ചെയ്ത ദിവസം തന്നെയാണ് ഗുജറാത്ത് ജയിലിൽ നിന്ന്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇന്ത്യ രാജ്യത്തെ സ്ത്രീ സമൂഹത്തിന്റെ
അനീതി അഭിമുഖീകരിക്കുന്നവരുടെ പ്രതീകമായി അതിന് പോരാടുന്ന ഒരു യുവതിയെ അതിക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്ത് 7 സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് 14 ആളുകളെ കൊന്നടക്കിയ രാജ്യം കണ്ട ഏറ്റവും വലിയ കുറ്റവാളികളെ ജയിലിൽ നിന്ന് മോചിപ്പിക്കുന്നത് എന്നുകൂടെ നാം മനസ്സിലാക്കണം. ആ സംഭവം കഴിഞ്ഞ 1.5 വർഷം കഴിയുമ്പോഴാണ് അൽഹംദുലില്ലാഹ് നമ്മുടെ രാജ്യത്തെ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പരമോന്നത കോടതിയുടെ നീതി എന്ന് പറയുന്ന ആ പ്രകാശത്തിൽ വിശ്വസിക്കുന്ന, അതുകൊണ്ടാണല്ലോ ബിൽക്കീസ് ബാനു എന്ന് പറയുന്ന ഈ യുവതിയുടെ കേസിന്റെ വിധി വന്ന് കുറ്റവാളികളുടെ ആ മോചനത്തിന്റെ വിധി തെറ്റാണ്, അത് വിധിക്കാനുള്ള അധികാരമില്ല, അവരെ വീണ്ടും ജയിലിലേക്ക് അയക്കണമെന്ന വിധിയെ ഇന്ത്യ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് കേരളമടക്കമുള്ള പ്രദേശങ്ങളിലെ മാധ്യമങ്ങളൊക്കെ ആഘോഷിക്കുകയാണ്. 100 നാവുകളാണ് മാധ്യമങ്ങൾക്ക്. കാരണം നീതിയുടെ പുലരി രാജ്യത്ത് പുലർന്നിരിക്കുന്നു, നീതിയുടെ സൂര്യൻ ഉദിച്ചിരിക്കുന്നു ഈ രാജ്യത്ത്. ശരിയാണ്, അനീതിയുടെ വെളിച്ചമിൽ അനീതിയുടെ ആ ഇരുളിൽ ഉലയുന്ന ഒരു സമൂഹത്തിന് വല്ലാത്ത സന്തോഷം നൽകുന്ന വെളിച്ചം തന്നെയാണ് ഈ വിധി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ വിധി ഇതിനേക്കാളും പ്രാധാന്യമുള്ള പല വിധികളും കുറഞ്ഞ സമയം കൊണ്ട് വിധി പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ 1 മണിക്കൂറോളം വരുന്ന സമയമാണ് ഈ വിധി പ്രഖ്യാപനത്തിന് വേണ്ടി സമയമെടുത്തത് എന്നത് ഈ സംഭവത്തിന്റെ പ്രാധാന്യം നമ്മുടെ പരമോന്നത കോടതി എത്രമാത്രം പ്രാധാന്യത്തോടെ കണ്ടു എന്നതിന്റെ തെളിവാണ്. നാം മനസ്സിലാക്കണം, അവിടെ ആ വിധിന്യായത്തിൽ എഴുതി വെച്ച ഒരു വരി വളരെ പ്രധാനപ്പെട്ട ഒരു വരിയാണ്. അതെന്താണ് ആ വരി? ഈ ഒരു സഹോദരിയുടെ മതമേതാവട്ടെ വിശ്വാസമേതാവട്ടെ, അവർ ചെറിയവളോ വലിയവളോ മുതിർന്നവരോ അല്ലെങ്കിൽ ഏത് ജാതിയാവട്ടെ, സഹോദരിമാർ അഭിമാനം അർഹിക്കുന്നുണ്ട്, നീതി അർഹിക്കുന്നുണ്ട് എന്ന പ്രഖ്യാപനം അടിവരയിടേണ്ടതാണ്. പലപ്പോഴും നമ്മുടെ രാജ്യത്ത് നമ്മുടെ സമൂഹത്തിലെ ആധുനിക കാലത്ത് പോലും നഷ്ടപ്പെടുന്ന ഒരു കാര്യമാണിത്. വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം എത്ര പ്രാധാന്യമുണ്ട് സഹോദരന്മാരെ. ലാ യജിരിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു. ഒരു വിഭാഗത്തോടുള്ള വിശ്വാസപരമായ, ജാതിപരമായ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സങ്കുചിതപരമായ കാരണങ്ങളുടെ പേരിലുള്ള ശത്രുത, അനീതി നടത്താൻ നിങ്ങളെ പ്രേരിപ്പിക്കരുത്. അതുകൊണ്ട് നീതി പ്രഖ്യാപിക്കണം, നീതി പുലർത്തണം, നീതി നടപ്പാക്കണം എന്ന വിശുദ്ധ ഖുർആനിന്റെ ആ ആശയത്തെയാണ് സുപ്രീം കോടതി വിധിന്യായത്തിൽ ഒരർത്ഥത്തിൽ എഴുതി വച്ചിരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞു വരുന്നത്, ബിൽക്കീസ് ബാനു എന്ന യുവതിയുടെ ഈ ഒരു പോരാട്ടത്തിന് തീർച്ചയാണ് വലിയ സന്തോഷം നൽകുന്ന ഈ വിധി പ്രഖ്യാപനം ഇന്ത്യയിലെ മുഴുവൻ ജനാധിപത്യ വിശ്വാസികൾക്കും സന്തോഷം നൽകുമ്പോൾ ഈ രാജ്യത്ത് ഭരിക്കുന്നവരോട് പറയാനുള്ളത്, നമ്മുടെ രാജ്യം എല്ലാ മാർച്ച് 8-നും രാഷ്ട്രപതി നൽകുന്ന ഒരു അവാർഡുണ്ട്. ആ അവാർഡ് ഏതാണ്? നാരി ശക്തി അവാർഡാണ്. രാജ്യത്ത് സ്ത്രീകളുടെ ശാക്തീകരണത്തിന് വേണ്ടി മാതൃക സൃഷ്ടിച്ച ഉമ്മമാർക്ക് കൊടുക്കുന്ന, വനിതകൾക്ക് കൊടുക്കുന്ന അവാർഡിന് ഈ രാജ്യത്ത് 1000 തവണ അർഹയായിരിക്കുകയാണ് ബിൽക്കീസ് ബാനു എന്ന് പറയാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുകയാണ്. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി അർശിന്റെ തണൽ കൊടുക്കുന്ന 7 വിഭാഗത്തിൽ എണ്ണിയതിൽ ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ എണ്ണിയൊരു വിഭാഗം ഇമാമുൻ ആദിലുൻ, നീതിമാന്മാരായ ഭരണാധികാരികളാണ്. അവർ സമൂഹത്തിൽ അപൂർവമാണ്. കാരണം നീതി പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ നടപ്പാക്കിയവർ സമൂഹത്തിൽ അപൂർവമാണ്. അതുകൊണ്ട് പറയുന്നത്, നാരീ ശക്തിയും സ്ത്രീ ശക്തിയും സ്ത്രീ സമ്മേളനങ്ങളും വനിതാ സമ്മേളനങ്ങളും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിരന്തരം നടത്തുന്ന ആളുകൾ ചിന്തിക്കണം, യഥാർത്ഥ സ്ത്രീ ശക്തിയാണ് ബിൽക്കീസ് ബാനുവിലൂടെ ഈ രാജ്യത്ത് പുലർന്നിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ രാജ്യത്ത് നീതി പുലരുന്ന ഒരു സാഹചര്യം പ്രതീക്ഷിച്ചുകൊണ്ട്, ഇനിയും ഇത് നിലനിൽക്കട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവിധ സന്തോഷങ്ങളും അറിയിച്ച് ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.